ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ധനി ആപ്ലിക്കേഷൻ ഒരു വീഡിയോ ചെയ്തില്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് 20 രൂപ ലഭിക്കും. അതേപോലെ നമ്മൾ ഓരോ ഫ്രണ്ടിനെ റെഫർ ചെയ്യുമ്പോഴും 10 രൂപ വെച്ച് ലഭിക്കുന്നല്ലേ. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്താൽ കാണാൻ സാധിക്കും. ഓരോ വ്യക്തികളുടെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് 30 രൂപയാണ് ലഭിക്കുക. അതേപോലെ നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കും 30 രൂപ ലഭിക്കും. 1000 ഫ്രണ്ട്സിന് 30,000 രൂപ ലഭിക്കും. അപ്പം ഒരു ഫ്രണ്ടിന് എന്തായാലും 30 രൂപ ലഭിക്കേണ്ടതാണ്. ഓക്കെ, പക്ഷേ എനിക്ക് ലഭിച്ചിട്ടുള്ളൊരു പ്രൂഫ് കാണിച്ചു തരാം. ഇതിൻ്റെ ആദ്യത്തെ അപ്ഡേറ്റിൽ നമുക്ക് ഒരു റെഫറിന് 10 രൂപയാണ് ലഭിച്ചത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റെഫറിന് 10 രൂപയാണ് ലഭിച്ചത്. അത് 25 ജൂൺ 6:36 അത് ലഭിച്ചത്. പിന്നെ 25 ജൂൺ തന്നെ 7:30 കൃത്യം 1 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോ റെഫറലിനും ഇതിന് ശേഷം 20 രൂപയാണ് ലഭിച്ചത്. ഓക്കെ, ജനറൽ ബാലൻസിലേക്ക് നമുക്ക് 20 രൂപയാണ് ലഭിച്ചത്. ഓക്കെ, പക്ഷേ ഇതിൽ 30 രൂപ എന്നാണ് പറയുന്നത്, പക്ഷേ 20 രൂപയാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, ഈ ജനറൽ ബാലൻസിൽ ലഭിക്കുന്ന ക്യാഷ് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഈ സർവീസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആയിട്ട് റീചാർജും അതേപോലെ ബിൽ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ കിട്ടിയ 20 രൂപ വെച്ച് അപ്പോൾ തന്നെ ലൈവായിട്ട് റീചാർജ് ചെയ്യുന്ന പ്രൂഫ് കാണിച്ചതാണ്. അപ്പം നിങ്ങൾക്കും അതേപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ 30 രൂപയാണ് ലഭിക്കുക. അതേപോലെ നിങ്ങൾ റെഫർ ചെയ്യുമ്പോഴും 30 എന്ന് കാണിക്കും, പക്ഷേ 20 ലഭിക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു RMBയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് 30 രൂപ ഇപ്പോൾ ലഭിക്കും. പക്ഷേ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് വീഡിയോ ചെയ്ത ടൈമിൽ 20 രൂപയായിരുന്നു. അപ്പം ആ ഒരു 20 രൂപ വെച്ചിട്ട് ലൈവായിട്ട് ഞാൻ റീചാർജ് ചെയ്യുന്ന പ്രൂഫ് വരെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ കാണിച്ചതാണ്. എന്നിട്ടും ചിലർ നെഗറ്റീവ് അടിച്ചിരുന്നു, ഇത് ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് വീഡിയോ ചെയ്തിട്ടിട്ട് വീഡിയോ ഫുള്ളായി കാണേണ്ട ടൈമില്ല, ആ ഒരു ടൈം പോലും എടുത്തിട്ടില്ല. അപ്പോഴത്തേക്ക് തന്നെ അവർ വന്ന് കമൻറ്റ് ചെയ്തു ഇത് ഉടായിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എൻ്റെ ഒരു ജോലി, എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ഇതേപോലെ പുതിയ ആപ്ലിക്കേഷനിൽ പുതിയ മണി ഏണിങ്ങുള്ളവരുടെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് നിങ്ങളൊരു ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ചില നെഗറ്റീവ് ഓഡിയോകൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കും, ഹേറ്റേഴ്സ് നെഗറ്റീവ് അടിക്കും, എനിക്കത് വിഷയമല്ല. അപ്പം ഞാൻ എന്തായാലും ഇതേപോലുള്ള പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യും, എനിക്ക് കുഴപ്പമില്ല. ഞാൻ മുമ്പ് വീഡിയോ ചെയ്ത ടൈമിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അപ്പോൾ തന്നെ ജനറൽ ബാലൻസിൽ 20 അതേപോലെ ധനി ക്യാഷിൽ ഏകദേശം 40 രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ധനി ക്യാഷ് കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. ജനറൽ ബാലൻസ് കൊണ്ട് നമ്മൾ റീചാർജ് ചെയ്ത് കാണിച്ചു. ഈ ധനി ക്യാഷ് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഈ ധനി ക്യാഷ് കൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് മെയിൻലി ലോണിൽ EMIs അടക്കാൻ ആണ് ഈ ഒരു ധനി ക്യാഷ് യൂസ് ആവുക. അതായത് ഈ ധനി എന്ന ആപ്ലിക്കേഷൻ മെയിനായിട്ട് ഒരു ലോൺ ഗിവിങ് ആപ്ലിക്കേഷനാണ്, ലോൺ എടുക്കുന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഇതിൻ്റെ ആഡ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ MS ധോണിയൊക്കെ അംബാസിഡർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. ഇത് മെയിൻലി ലോണൊക്കെ കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം ചെയ്ത വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ റീചാർജ് ആ ഒരു ഓഫറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ലോൺ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പം ഒറിജിനൽ പാൻ കാർഡ്, ഒറിജിനൽ ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുക്കണം. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഇതിൽ റീചാർജ് ചെയ്യാൻ മാത്രം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയാവും. ഓക്കെ, അതിൽ നിങ്ങൾ സർവീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്ന 20 രൂപ വെച്ച് അപ്പോൾ തന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഇപ്പോൾ 30 രൂപയാണ്. പിന്നെ ഓരോ റെഫറിനും ഇപ്പോൾ 20 രൂപ വെച്ച് നമുക്ക് ലഭിക്കും. ഓക്കെ, 30 രൂപയാണ് ഇവിടെ കാണിക്കുക, പക്ഷേ 20 രൂപയാണ് നമുക്ക് ലഭിക്കും. പിന്നെ ഒരുപാട് പേര് ഇതിൽ റെഫർ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ജനറൽ ബാലൻസിലേക്ക് ആഡ് ആകുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് നിങ്ങൾ റെഫർ ചെയ്ത് അപ്പോൾ തന്നെ ആഡ് ആവില്ല, കുറച്ച് ടൈം എടുക്കും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ എന്തായാലും ആഡ് ആവും. അത് നിങ്ങൾക്ക് ഈ കാണുന്ന അക്കൗണ്ട് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പം എന്തായാലും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് അപ്ഡേറ്റ് ആവും. അവർ ചെക്ക് ചെയ്യുന്നതാണ്, നിങ്ങളുടെ ലിങ്ക് വഴി തന്നെ ഇവർ ഡൗൺലോഡ് ആക്കി എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ്. ചെക്ക് ചെയ്തതിന് ശേഷം അവരെന്തായാലും ഇത് അപ്ഡേറ്റ് തരും. നിങ്ങളുടെ റെഫറൽ ഏർണിങ്സ് എന്തായാലും തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലിങ്ക് വഴി തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അവരുടെ റെഫറൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അഥവാ നിങ്ങളുടെ ലിങ്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അവർ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതെങ്കിൽ അവർക്ക് സൈനപ്പ് ബോണസും ലഭിക്കില്ല, നിങ്ങൾക്ക് റെഫറൽ ഏർണിങ്സ് ലഭിക്കില്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളത് ഷെയർ ചെയ്യാൻ മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇത് എത്രത്തോളം കാലം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു RMBയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തപാടെ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ക്യാഷ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. നിങ്ങൾ ജസ്റ്റ് റീചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം പേര് ഇപ്പോൾ റെഫർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, റെഫർ ചെയ്യാൻ ആരും ഇല്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും മിനിമം 20-30 രൂപ ലഭിക്കില്ല. അത് വെച്ച് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് എടുത്തൂടെ, നഷ്ടമൊന്നുമില്ലല്ലോ. ജസ്റ്റ് RMBയുടെ ആപ്ലിക്കേഷനല്ലേ. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണാം. ബൈ.